കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും എമ്പുരാൻ വിവാദം കത്തിപ്പടരുകയാണ്. കേരളത്തിൽ സംഘപരിവാറിനെ വിമർശിക്കുന്ന ഒരു സിനിമയായി എമ്പുരാൻ വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ ഗുജറാത്ത് കലാപം വീണ്ടും ജനങ്ങൾക്കിടയിലേക്ക് എത്തിച്ച് എമ്പുരാൻ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന ഒരു വാദം ശക്തിപ്പെടുമ്പോൾ എമ്പുരാൻ ഏകപക്ഷീയമായിട്ടാണ് ഗുജറാത്ത് കലാപത്തെ കാണിക്കുന്നത് എന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിൽ വ്യത്യസ്തമായൊരു പ്രതിഷേധമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മുല്ലപ്പെരിയാർ ഡാമിനെ അധിക്ഷേപിച്ചു എന്നാണ് ഇപ്പോൾ തമിഴ്നാട്ടിലെ ഒരു കൂട്ടം കർഷകർ എമ്പുരാനെതിരെ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിക്കൊണ്ട് പറയുന്നത്. മുല്ലപ്പെരിയാർ ഡാം ബോംബ് വെച്ച് തകർക്കണം എന്ന ഒരു പരാമർശം എമ്പുരാനിലെ ഒരു കഥാപാത്രം നടത്തുന്നുണ്ട്. മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നത് ഞങ്ങൾ പരമപവിത്രമായി കാണുന്ന ഒരു ഡാമാണെന്നും തമിഴ്നാട്ടിലെ 2 ജില്ലകൾക്ക് തേനി, കമ്പം പോലെയുള്ള പ്രദേശങ്ങൾക്കടക്കം വലിയ രീതിയിൽ മുല്ലപ്പെരിയാർ ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും അവിടെയുള്ള കർഷകർ ഈ മുല്ലപ്പെരിയാർ ഡാമിനെ ആശ്രയിച്ചാണ് കഴിയുന്നത്. അങ്ങനെ ഒരു ഡാമിനെ അപമാനിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവനയുള്ള ഒരു സിനിമയാണ് എമ്പുരാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് യഥാർത്ഥത്തിൽ തമിഴ്നാട്ടിൽ ഈ പ്രതിഷേധം നടന്നത്. മോഹൻലാലിൻ്റെയും പൃഥ്വിരാജിൻ്റെയും ഗോകുലം ഗോപാലൻ്റെയും പോസ്റ്ററുകൾ അവർ പ്രദർശിപ്പിച്ചു. ആ പോസ്റ്ററുകൾക്ക് മേൽ അവർ കയറി നിന്ന് ചെരുപ്പ് കൊണ്ട് മോഹൻലാലിനെയും പൃഥ്വിരാജിനെയും ഗോകുലം ഗോപാലിനെയും പോസ്റ്ററുകളിൽ പ്രതീകാത്മകമായി അടിച്ചുമാണ് ഇവർ യഥാർത്ഥത്തിൽ പ്രതിഷേധിച്ചത്. മോഹൻലാലിനും പൃഥ്വിരാജിനും ഗോകുലം ഗോപാലിനും ഒക്കെ ഇങ്ങനെ ഒരു പ്രതിഷേധ പ്രകടനം ഇതാദ്യമായിട്ടായിരിക്കും. കാരണം ഒരാളുടെ മുഖത്ത് ഒരു പടമായിക്കൊള്ളട്ടെ, എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, അതിൽ ചെരുപ്പ് കൊണ്ട് അടിക്കുക എന്ന് പറഞ്ഞാൽ അത്യധികം നീചമായിട്ടുള്ള ഒരു പ്രതിഷേധമായിട്ട് നമുക്കതിനെ വ്യാഖ്യാനിക്കേണ്ടി വരും. അത്തരത്തിലൊരു പ്രതിഷേധത്തിനാണ് ഇപ്പോൾ മോഹൻലാലും പൃഥ്വിരാജും ഗോകുലം ഗോപാലിനും അടക്കം ഇരയായിരിക്കുന്നത്. ഗോകുലം ഗോപാലിൻ്റെ ചിട്ടിക്കമ്പനി പൂട്ടിക്കും അല്ലെങ്കിൽ പൂട്ടിക്കെട്ടും എന്നൊക്കെയാണ് ഇവർ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എമ്പുരാൻ സിനിമയ്ക്കെതിരെ ഉണ്ടായ പ്രതിഷേധം പെരിയാർ വൈഗ ഇറിഗേഷൻ കർഷക സംഘടനയാണ് നടത്തിയത് എന്നുള്ളതാണ് ശ്രദ്ധേയം. അണക്കെട്ടിനെ തെറ്റായി ചിത്രീകരിക്കുന്ന രംഗങ്ങൾ നീക്കം ചെയ്യാനാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. തമിഴ്നാട് കമ്പത്തെ ഗോകുലം ചിറ്റ്സ് ശാഖയ്ക്ക് മുന്നിൽ നാളെ ഉപരോധം നടത്തുമെന്നുമാണ് കോർഡിനേറ്റർ ബാലസിംഗം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. സിനിമയിലെ സാങ്കല്പിക പേരിലുള്ള അണക്കെട്ട് മുല്ലപ്പെരിയാറിനെ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്നും ഇതേക്കുറിച്ചുള്ള സംഭാഷണ ഭാഗങ്ങൾ ഒഴിവാക്കണം എന്നുമാണ് സംഘടനയുടെ പ്രധാനപ്പെട്ട ആവശ്യം. നടപടി എടുത്തില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നും സംഘടന മുന്നറിയിപ്പ് നൽകി. രംഗങ്ങൾ നീക്കം ചെയ്തില്ലെങ്കിൽ എല്ലാ ജില്ലയിലും പ്രതിഷേധിക്കാനാണ് സംഘടനയുടെ തീരുമാനം. എമ്പുരാൻ ബഹിഷ്കരിക്കാനും ഈ സംഘടന നിലവിൽ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ അനാവശ്യമായി ഇതിലേക്ക് വലിച്ചഴക്കുകയാണ്. അനാവശ്യമായി പരാമർശിക്കുന്നത് കൊണ്ട് 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ബന്ധത്തെയാണ് ഇത് തകർക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് കർഷക സംഘടന പറയുന്നത്. നെടുമ്പള്ളി ഡാം എന്നാണ് സിനിമയിൽ മുല്ലപ്പെരിയാറിനെ പറയുന്നത്. അണക്കെട്ടിന് അപകടമുണ്ടായാൽ കേരളം വെള്ളത്തിനടിയിലാകുമെന്നും തടയണകൾ ഉപയോഗശൂന്യമാണെന്നും അണക്കെട്ടിൻ്റെ ആവശ്യമില്ലെന്നുള്ള സംഭാഷണങ്ങൾ സിനിമയിലുണ്ട്. ഇവയൊക്കെ മ്യൂട്ട് ചെയ്യണം എന്നും ഈ സംഘടന ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം പൃഥ്വിരാജും മോഹൻലാലും ഗോകുലം ഗോപാലൻ ഇതുവരെ കാണാത്ത രീതിയിലുള്ള പ്രതിഷേധം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.